എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ കുറേ നാളുകൾക്ക് ശേഷം ഡി സിയുടെ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്ഡേറ്റ് അല്ല, എന്നാലും എനിക്ക് പറയണം തോന്നി. നമ്മുടെ സ്വന്തം സാക്ക് സ്നൈഡർ നെറ്റ്ഫ്ലിക്സുകാർ അതിൻ്റെ റൈറ്റ് എടുക്കുകയാണ്. അതായത് സ്വന്തം റൈറ്റ് അല്ല, സാക്ക് സ്നൈഡർ ജസ്റ്റിസ് ലീഗിൻ്റെ റൈറ്റ് എടുക്കുകയാണെങ്കിൽ ഓബ്വിയസ്ലി ഈ ആ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പുള്ളിക്കാരന് ഒരു എതിർപ്പുമില്ല. ഒരു എതിർപ്പില്ല എന്ന് പറഞ്ഞാൽ ഡി സിക്കാരോട് പോയി പണി നോക്കാൻ പറ. കാരണം മാർവൽ സ്റ്റുഡിയോസിനെ വെല്ലാൻ ഒരു സിനിമയുണ്ടെങ്കിൽ അത് സാക്ക് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗ് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ വീണ്ടും പറയുന്നു, സാക്ക് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗ് മാത്രമേ ഉള്ളൂ ഡി സിയിൽ പുള്ളിക്കാരനെ പിടിച്ചിരിക്കാൻ ഈ മാർവൽക്കെതിരെ. മാർവലിനും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ചുമ്മാ കിടന്ന് പറയാം മാർവലും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. കാരണം മാർവല് ഡിസ്നിക്കാർ ഞാൻ പറയാം, ഈ ഡി സിനെ കൊളയാക്കണത് വാർണർ ബ്രദേഴ്സും മാർവലിനെ കൊളാക്കണത് ഡിസ്നിക്കാർ എന്ത് ചെയ്യും? കുറേ LGBTQയും ഫെമിനിസവും അങ്ങോട്ട് കൂട്ടി കയറി സാമ്പാറാക്കി പപ്പടാക്കി രസമാക്കി കൊണ്ട് വിതറും. ഫെമിനിറ്റി എതിർ അഭിപ്രായമുള്ള ആളല്ല ഞാൻ. ബട്ട് മാർവൽ ഈസ് മോർ മാസ്കുലൈൻ. അത് മനസ്സിലാക്കുക. ടോണി സ്റ്റാർക്ക് മാത്രമേ അതിൻ്റെ തൊള്ളോന്ന് വെച്ചാൽ ഈ ആ പടം ഹിറ്റടിച്ച് കയറിപ്പോവും. അതിന് പകരം ബ്രീ ലാർസൻ മാത്രമാണ് പോകുന്നതെങ്കിൽ അധികം പോകില്ല, അവിടെ നിൽക്കും. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഡി സിക്കാർ വാർണർ ബ്രദേഴ്സിൻ്റെ ചിലവിലാണ് പോകുന്നത് പറയും തോറും, ബട്ട് അവന്മാരുടെ കയ്യിൽ സംഭവം ഒന്നും ശരിയല്ല. എസ്പെഷ്യലി ഒരു ഡയറക്ടർ ഫ്രീഡം അവന്മാർക്ക് കൊടുക്കാറില്ല ഒരാൾക്കും. സാക്ക് സ്നൈഡർ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും നല്ലൊരു സിനിമ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് പുള്ളിക്കാരൻ്റെ ഒരു വിഷനാണ്. എല്ലാ ഡയറക്ടർമാരുടെ കയ്യിലും ഒരു വിഷൻ ഉണ്ടാവണമെന്നില്ല. ബട്ട് ഈ ഒരു ഡയറക്ടറിന് ആ ഒരു വിഷൻ ഉണ്ട്, ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, ആ ഒരു കഴിവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ ഡി സിക്കാർ എന്ത് ചെയ്താലും ഈ ഒരു സിനിമ നന്നാവണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ അവരുടെ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് നന്നാവണമെങ്കിൽ സാക്ക് സ്നൈഡർ തന്നെ കൊടുക്കണം. നെറ്റ്ഫ്ലിക്സുകാർ ആ റൈറ്റ് മേടിക്കുകയാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, പടം അവർ കൊണ്ടുപോയിക്കോളും. അവർ ഫണ്ടായാലും എന്തായാലും പ്രൊഡക്ഷൻ ആയാലും എന്തൊരു തേങ്ങ മാങ്ങയായാലും അവർ നോക്കിക്കോളും. ബട്ട് ഗിവ് ദിസ് മാൻ ആൻ ഓപ്പർച്യൂണിറ്റി, എനിക്ക് അത്ര പറയാനുള്ളൂ. കാരണം ഡി സിയിൽ പ്രോമിസുകൾക്ക് ഒരു വാല്യൂ ഇല്ലാണ്ടായി. മാർവലും ഏകദേശം അതേ വഴിക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ കുറേ റീസെൻ്റ്ലി എനിക്ക് ഡി സിയുടെ കുറേ വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് താല്പര്യമില്ല, അത്ര വലിയ അപ്ഡേറ്റ്സ് അവിടെ ഒന്നുമില്ല. എന്നാലും ചാടി കയറി ഇന്ന് ഇടാൻ കാരണം അത് സാക്ക് സ്നൈഡർ ആയതുകൊണ്ട് മാത്രമാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ആ ജസ്റ്റിസ് ലീഗ് ഫസ്റ്റത്തെ സാധനം സാധനം എൻ്റെ പൊന്നോ ഞാൻ മിണ്ടലിന് പറ്റുന്നു. പിന്നെ എന്താ വലിയ കുഴപ്പം? ഡ്യൂറേഷൻ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം കയറി വരും. 3 മണിക്കൂർ സിനിമയാണ്, ശോകമാണ്, കണ്ടിരിക്കാൻ വയ്യെന്ന് പറയരുത്. ഇത്രയും ഞാൻ എക്സൈറ്റഡ് ആയിട്ട് കണ്ടിരിക്കണ വേറെ സിനിമ ഇല്ല. അത് സാക്ക് സ്നൈഡറിൻ്റെ സ്വന്തം ക്രെഡിറ്റ്. എനിക്ക് വേറെ പണിയൊന്നുമില്ല, വേറെ തേങ്ങയുടെ മൂട് ആരോട് പറയാൻ, ആര് കേൾക്കാൻ. എന്തായാലും സാക്ക് സ്നൈഡറിന് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മോർ വീഡിയോസ് ഫ്രം മീ റിലേറ്റഡ് ടു ഡി സി യൂണിവേഴ്സ്. ആൻഡ് എല്ലാവർക്കും അറിയാം ഡി സിയുടെ എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സ് അവസാനിച്ചിരിക്കുകയാണ്. അതൊക്കെ അങ്ങനെ പോയി. ഇനി ജെയിംസ് ഗൺ എറ. എന്നാലും എന്തുകൊണ്ടാണ് ഇവർക്കും കൊടുത്തൂടെ? അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. നമ്മുടെ സാക്ക് സ്നൈഡറിന് ഒരു അവസരം കൊടുക്കുക എന്ന് ഞാൻ നെറ്റ്ഫ്ലിക്സുകാരോടും പിന്നെ ഡി സിക്കാരോടും ദയവ് ചെയ്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതും പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സ്വന്തം മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബൻ്റെ വീഡിയോ വരുന്നുണ്ട്, അപ്പോൾ അത് മിസ് ഔട്ട് ചെയ്യരുത്. അത് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.